എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഹിൻഡൻബർഗിൻ്റെ ഒരു അദാനിക്കെതിരെയും അതുപോലെ സെബി ചെയർപേഴ്സണെതിരെയുമൊക്കെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ലൈറ്റ്ലി ഗ്രീനാണ്. ഡോ ജോൺസ് മാത്രമാണ് 54 പോയിൻ്റ് ഒരു നെഗറ്റീവിലുള്ളത്. ബാക്കിയെല്ലാം ചെറിയ ഒരു ഗ്രീനിലാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. മണി 6:51 ഇന്നലെ അതായത് വെള്ളിയാഴ്ച 22 പോയിൻ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിൽ എന്തായാലും ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യമായിട്ടുള്ളൊരു ഫാള് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇനി അഥവാ ഉണ്ടായാലും അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് സെറ്റപ്പ് നടത്താവുന്നതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ഇൻട്രസ്റ്റ് 24,350 റെസിസ്റ്റൻസും സപ്പോർട്ടും ഏകദേശം ഒരേ അളവിലാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റ് 24,367 അതേസമയം 24,300 ചെറിയ ഒരു സപ്പോർട്ടുണ്ട്, 24,400 റെസിസ്റ്റൻസുമുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക, എല്ലാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്ത 4 സ്റ്റോക്കുകളിൽ ഒന്ന് സൺ ടി വി ആയിരുന്നു. സൺ ടി വിയിൽ 891 നമ്മളൊരു ബൈ എൻട്രിയാണ് പറഞ്ഞത്. നമുക്ക് 891 ബൈ എൻട്രി ലഭിച്ചിട്ടുണ്ട്. 895, 898 എന്നിങ്ങനെ 2 ടാർഗറ്റുകളാണ് പറഞ്ഞത്. ഷെയർ നല്ല ഉയർന്ന് 920 വരെ പോയിട്ടുണ്ട്. 920 എന്ന് പറയുമ്പോൾ നമുക്ക് 891 നിന്ന് 30 പോയിൻറ്റിനടുത്താണ് റാലി നടത്തിയിരിക്കുന്നത്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അടുത്തത് ഇമാമി ലിമിറ്റഡ് ആയിരുന്നു. ഇമാമി ലിമിറ്റഡ് 788 788.50 നമ്മളൊരു ബൈ എൻട്രിയാണ് പറഞ്ഞത്. നമുക്ക് അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 782 നമുക്ക് 788 അതുകൊണ്ട് തന്നെ എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 792 സെക്കൻഡ് 794 സ്റ്റോക്ക് അന്ന് 800 വരെ പോയിട്ടുണ്ട്. നമുക്കതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ജൂബിലി ഫുഡാണ്. ജൂബിലി ഫുഡിൽ 851 ബൈ എൻട്രി ആയിരുന്നു. 852 ഓപ്പൺ ചെയ്ത് 841 വന്ന് പിന്നീട് 864 ഹൈ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇനി അഥവാ അതിൽ എൻട്രി ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെ താഴെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായി 864 868 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അന്ന് സ്റ്റോക്ക് 870 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിലും 2 ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനത്തേത് DCM ശ്രീറാമായിരുന്നു. DCM ശ്രീറാമിൽ 1190 ബൈ എൻട്രി ആയിരുന്നു. നമുക്ക് സ്റ്റോക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ 4 സ്റ്റോക്കുകളിൽ നമുക്ക് 3 നല്ല പ്രോഫിറ്റോടുകൂടി ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ള 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്ന് BPTC ആണ്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് നടത്താൻ ശ്രമിക്കുക. സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. എന്നിരുന്നാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പരമാവധി സുതാര്യമായ രീതിയിൽ പരമാവധി സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. BPTC ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. 2413 ബൈ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നമുക്ക് 2396 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 2434, സെക്കൻഡ് ടാർഗറ്റ് 2453. ഓക്കെ, 2413 ബൈ എൻട്രി, 2396 സ്റ്റോപ്പ് ലോസ്, 95 വെച്ചാലും മതി. 2434 ഫസ്റ്റ് ടാർഗറ്റ്, 2453 സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, അടുത്തത് ജസ്റ്റ് ഡയലാണ്. ജസ്റ്റ് ഡയൽ ഒരു റെസിസ്റ്റൻസ് സോണിലാണ് വന്ന് നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് 1304 ഒരു റെസിസ്റ്റൻസ് സോണാണ്.
1303 ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി അഥവാ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷം പിന്നീട് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ 1304 നമുക്ക് ബൈ എൻട്രി പോസിബിളാണ്. 1304 വേണ്ട, ഇതിൻ്റെ എൻഡ് 1312 ബൈ എൻട്രി മതി. 1312 ഒരു ബൈ എൻട്രി പോസിബിളാണ്. കുറച്ച് കനം കൂട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസ് 1303 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 1304 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 1320, സെക്കൻഡ് ടാർഗറ്റ് 1329. ഓക്കെ, 1312 ജസ്റ്റ് ഡയലിൽ ബൈ എൻട്രി. 1304 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇവിടെ ഒരു ലൈന് കൂടുതലുണ്ട്. 1320 ഫസ്റ്റ് ടാർഗറ്റ്, 1329 സെക്കൻഡ് ടാർഗറ്റ്. ജസ്റ്റ് ഡയലിൽ നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാം. അടുത്തത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയിൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ആയിട്ടുണ്ട് 15 മിനിറ്റ് ക്യാൻഡലിൽ. നമുക്ക് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 532 ഒരു ബൈ എൻട്രി പോസിബിളാണ്. കോൾ ഇന്ത്യയിൽ 532 ഈ ട്രെൻഡ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 532 ഒരു ബൈ എൻട്രി പോസിബിളാണ്. സ്റ്റോപ്പ് ലോസ് 528 വയ്ക്കാം. 528 സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ടാർഗറ്റ് 535.50, സെക്കൻഡ് ടാർഗറ്റ് 539. കോൾ ഇന്ത്യയിൽ 532 ബൈ എൻട്രി. 528 സ്റ്റോപ്പ് ലോസ്. 532, 535, 50 ഫസ്റ്റ് ടാർഗറ്റും 539 സെക്കൻഡ് ടാർഗറ്റും. ലാസ്റ്റ് വൺ സിപ്ലയാണ്. സിപ്ല ഒരു ചാനൽ പാറ്റേണിലാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു ചാനൽ പാറ്റേൺ കൂടെ ഫോം ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ ഒരു ഏരിയ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1578 ഒരു ബൈ എൻട്രി എടുത്ത് പോകാം. 1571 സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. അതേപോലെ ടാർഗറ്റ് 1584 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 1590. ഇതാണ് സിപ്ലയിൽ 1578 ബൈ എൻട്രി, 1571 സ്റ്റോപ്പ് ലോസ്, 1584, 1590 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് പൂർണ്ണ ബോധ്യത്തോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ടെലഗ്രാം ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതുവഴി ജോയിൻ ചെയ്യാം. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.